കിളവ് മുമ്പാടി വരുന്നില്ലേ? കിളവൻ പോയി. ഈ നമുക്ക് നമ്മുടെ ക്രോബാർ എടുത്തോണ്ട് പോയി മണ്ടയിൽ ഇല്ല ക്രോബാർ എടുത്തോണ്ട് പോയി നമുക്ക് അടുത്ത നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇപ്പം മണ്ടയിലത്തെ അവിടെ ആയിരിക്കാം നമുക്ക് ഇത് കിട്ടുന്നത്. പക്ഷെ പ്ലാങ്ക് ഇതുവരെയും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ പ്ലാങ്ക് കണ്ടുപിടിക്കണം. അതിൻ്റെ കൂടെ അടുത്ത ക്രോബാർ വെച്ച് പൊട്ടിക്കുകയും വേണം. നമുക്ക് മണ്ടയിൽ പോയി നോക്കാം. കിളവ് ഉറങ്ങാൻ പോകും. നമുക്ക് താഴത്ത് നമുക്ക് എസ്കലേറ്ററിൻ്റെ കൂടെ പോകാം ഗൈസ്. എസ്കലേറ്ററാണ് സീൻ. എസ്കലേറ്റർ എത്തിയ നമുക്ക് സ്വിച്ച് പിടിച്ച് നിർത്താം. ഓടി കയറിയിരിക്കാം. നമുക്ക് എസ്കലേറ്റർ വഴി മണ്ടേ പോയാൽ നമുക്ക് അവിടെ നിന്ന് ചിലപ്പോൾ വേറെ എന്തെങ്കിലും സാധനം കിട്ടിയിരിക്കും ഗൈസ്. അല്ലെങ്കിൽ പ്ലാങ്ക് ചിലപ്പോൾ ഇവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ ഓടിക്കുക. ബ്രിഡ്ജ് ഇവിടെ പോയി നോക്കാം. ഇവിടെ വേറൊരു സാധനം ഇല്ലേ? അതിന് ഓൾഡ് ക്രബ് ഇതിലൊന്നുമല്ല. ഇതൊന്നും തുറക്കത്തില്ല. നമുക്ക് താഴെ പോവാം ഗൈസ്. അല്ലേ നമുക്ക് ഇതിലേ കൂടെ ഒന്ന് ചാടിയാൽ പോലെ. പക്ഷേ പ്ലാങ്ക് എവിടെ കാണും കുട്ടികൾ? പ്ലാങ്ക് എവിടെ വെച്ചിരിക്കുന്നു? ഇങ്ങനെ പ്ലാങ്ക് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഈ പ്ലാങ്കിനി എവിടെ പോയി കണ്ടെത്തും? പ്ലാങ്ക് ഇതുവരെ കിട്ടി ഇവിടെ. വേറെ ഇനി ഏത് സ്ഥലം ഗൈസ്? വണ്ടിയിലകത്ത് കാണും കേട്ടോ. വണ്ടിയിലകത്ത് വയ്ക്കാറുണ്ട്. വണ്ടി തുടങ്ങുമ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ വണ്ടി തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ കിളവൻ ഇപ്പോൾ വരും. ഇവിടെ പ്ലാൻ ഇവിടെ ഇറങ്ങാനുള്ള രീതി എനിക്കറിയാം ഗൈസ്. നേരെ മണ്ടയിലോട്ട് പോകണേ ഗൈസ്. നേരെ മണ്ടയിലോട്ട് പോയി പ്ലാൻ കിട്ടി നമുക്ക് മിക്കവാറും അവിടെ ആയിരിക്കും ഗൈസ് കിട്ടാൻ പോകുന്നത്. നമുക്ക് എന്തായാലും പ്ലാങ്ക് ഇനി അവിടെ തന്നെ ആയിരിക്കും ഗൈസ്. എനിക്ക് 100% ഉറപ്പുണ്ട് ഗൈസ്. അവിടെ തന്നെ ആയിരിക്കും. അല്ല പ്ലാങ്ക് വെച്ചിട്ട് അവിടെ പോകുമ്പോൾ ഉള്ള ആ സ്ഥലത്ത് തന്നെ ആയിരിക്കും ഗൈസ്. ഇവിടെയാണോ ചാടുന്നത്? ഇത് ഞാൻ അന്നൊരു ദിവസം ചെയ്ത ഒരു ട്രിക്കാണ് ഗൈസ്. ഡേ 1 അല്ലേ? ഓക്കെ ഇനി നമുക്ക് എസ്കലേറ്ററിൽ കൂടെ ഏറ്റവും മണ്ടയിലോട്ട് പോകാം ഗൈസ്. എസ്കലേറ്റർ ഉള്ളതുകൊണ്ട് നല്ലതാണ് ഗൈസ് നമുക്ക് എസ്കലേറ്റർ. പക്ഷേ അതിന് താഴെ വേണമല്ലോ ഗൈസ്. അതുവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. താഴെ വരും ഗൈസ്. താഴെ വന്നിട്ട് നമുക്ക് മണ്ടയിൽ പോകാം ഗൈസ്. ഓക്കെ ഇപ്പോൾ താഴെ വരും. ഇപ്പം താഴെ വരും ഗൈസ്. ഇപ്പം താഴെ വരും. ഓക്കെ താഴെ വന്ന നമുക്ക് മണ്ടേ പോകണം. പ്ലാങ്ക്
കിട്ടി ഗൈസ്. മിക്കവാറും അവിടെ ആയിരിക്കാം നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇവിടെ അല്ലല്ലോ, നമ്മൾ മറ്റില്ല അത് ക്രോബാർ. അതാണ് നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ട് ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, മണ്ടയിലോട്ട് എത്താറായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അവിടെയാണ് ബ്ലാങ്ക് വെക്കേണ്ടത്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇവിടെ ആയിരുന്നു അല്ല, ഇതിലേ കൂടെ നമുക്ക് മണ്ടയിൽ കയറാൻ പറ്റും. ഓക്കെ ഗൈസ്, കിളവ് എവിടെയാണ് നിൽക്കുന്നുണ്ട്? ഇല്ല ഗൈസ്. കോക്കനാട്ട് കിട്ടി ഗൈസ്. ഓക്കെ ഗൈസ്, പിന്നെ ഇൻസൈഡിലായിരിക്കും മിക്കവാറും. ഓക്കെ ഗൈസ്, കട്ടിൽ കയറി വിളിച്ചിരിക്കാം ഗൈസ്. ഇതുള്ള ഗൈസ് കാര്യം. കിളവൻ ഇപ്പോൾ വരും ഗൈസ്. നമുക്കിങ്ങനെ ഇറങ്ങി. ഇത് ഗ്രാനി 1 ഈ മിത്ത് ചിലപ്പം വറക്കാം ഗൈസ്. ഇനി ഇറങ്ങി വിളിച്ച് നിന്നാലേ കേസ് കിളവൻ വന്നു ഗൈസ്. അടിച്ചിട്ട് ഗൈസ്. ഇത് ഗ്രാനി 3 ഈ മിത്ത് നടക്കൂല ഗൈസ്. കേട്ടാ, ഗ്രാനി 3 ഈ മിത്ത് നമുക്ക് നടക്കൂല ഗൈസ്. ഗ്രാനി 1 നമ്മൾ ഡേ 2 ആയിട്ടുള്ളൂ ഗൈസ്. ഇത്രയും നേരമായിട്ട് നമ്മൾ ഡേ 2 ആയിട്ടുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ഒരു കീ ആണ് വേണ്ടിയുള്ളത്. അത് കോക്കനാട്ട് പൊളിക്കുമ്പോഴായിരിക്കും അതിൻ്റെ കീ കിട്ടുന്നത്. കേസ് നമുക്ക് തുറക്കാം. നമ്മൾ മണ്ടത്തെ കിളവൻ്റെ റൂമിൽ. ഓക്കെ, കിളവൻ്റെ റൂമിലാണ് ഗൈസ് നമ്മുടെ ഇപ്പം കോക്കനാട്ട് കിടക്കുന്നത്. ഞാൻ കോക്കനാട്ട് പൊളിച്ച് അതിൻ്റെ ഇൻസൈഡിലുള്ള സാധനം അതിൻ്റെ അകത്ത് ആയിരിക്കും ഗൈസ് നമ്മുടെ ഇത്. കിളവുണ്ടോ കിളം വരുന്നില്ല ഗൈസ്. അയ്യോ, വീണ്ടും അടിച്ചിട്ട് ഗൈസ്. ഈ മിത്ത് നമ്മളെ ഈ ഗ്രാനി 3 നടക്കൂല ഗൈസ്. ഇനി ഞാൻ ചെയ്യുന്നില്ല ഗൈസ്. ഇനി ചെയ്താൽ ഇനി വീണ്ടും വീണ്ടും പണിവാളി പോകും ഗൈസ്. ഡേ 3 ആയി ഗൈസ്. നമ്മൾ ഡേ 1 തന്നെ എല്ലാം തീർക്കുന്ന രീതി ഇരിക്കുകയായിരുന്നു ഗൈസ്. ചുമ്മാ മിത്ത് ട്രൈ ചെയ്തതാണ് പണിവാളിയത്. ഇനി നമ്മൾ ആ മിത്തൊന്നും ചെയ്ത് ടൈം കളയുന്നില്ല. നേരെ മണ്ടയിലോട്ടേക്ക് തന്നെ ഗൈസ്. ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് ഈ പരട്ട വീട്ടിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ആകും ഗൈസ്. പണഞ്ഞ കിളവൻ്റെ വീട്. ഈ കിളവൻ്റെ വീട് പണഞ്ഞ വീടാണ് ഗൈസ്. കിളവന് ഭയങ്കര ഷോ ആയിസ്. തോക്ക് കിട്ടിയാന്നും പറഞ്ഞ് അങ്ങേരി ഭയങ്കര ഷോ ആയിസ്. കിളവൻ പോയിട്ടില്ല കേട്ടോ ഗൈസ്. ഞാൻ ഒളിഞ്ഞു നോക്കി. അവൻ അവിടെ വായുമ്പോഴൊന്നും ഇരിക്കുന്ന ഗൈസ്. കിളവൻ നമ്മളെന്തായാലും വിട്ടു കൊടുക്കൂല ഗൈസ്. ഇപ്പോൾ പോയിക്കണം തന്നെ ഗൈസ്. ഇപ്പം പോയി എന്നാണ് എനിക്ക് അറിവ് ലഭിക്കുക. ഓക്കെ ഗൈസ്, നമുക്ക് പെട്ടെന്ന് പോയി തേങ്ങയും പൊളിച്ച് അതിൻ്റെ അകത്തുനിന്ന് സാധനം എടുത്ത് തിരിച്ചു വരാം ഗൈസ്. സേഫ് കീ ഗൈസ് കിട്ടിയ ഗൈസ്. ഞാൻ തോലഞ്ഞ് ഈ സേഫ് കീ ഒക്കെ വെച്ച് എന്ത് ചെയ്യാനാ? ഇത് വല്ലാതെ ചതിയായിപ്പോയി ഗൈസ്. ഗായ്സ് എന്ത് ചെയ്യാനാ? സേഫ് കീ പണഞ്ഞ സേഫ് കീ. ഈ സേഫ് കീയുടെ അടുത്ത് തന്നെ വേറെ സാധനങ്ങളാണില്ല. ചെടിയായിരിക്കും ഗൈസ് മിക്കവാറും. ചെടി പരട്ട ചെടി ഗൈസ്. ഇനി എവിടെ നിന്ന് കിട്ടും? നമ്മൾ ഷോർട്ട് കണ്ണാ ഗൈസ്. തേങ്ങ ഒളിച്ച് അതിൽ നിന്ന് കിട്ടി. ഓക്കെ, ഇനി നേരെ മറ്റേ ട്രിക്കിലോട്ട് ഗൈസ്. ഇനി ഗേറ്റ് വഴി പുറത്തിറങ്ങാനേ പറ്റൂ. എന്നാലും ഇത് വല്ലാത്ത ചതിയായിപ്പോയി ഗൈസ്. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഗേറ്റ് എസ്കേപ്പ് നടത്താം ഗൈസ്. ഗേറ്റ് എസ്കേപ്പ് ഈ നമുക്ക് മറ്റേ ആ വഴി കൂടെ നടന്നു പോയിട്ട് അവിടുത്തെ
മറ്റേ ആ ഒരു ചക്രം എടുത്തിട്ട് വരാം ഗൈസ്. പക്ഷേ തുറവിനും നമുക്ക് കേബിൾ കൊണ്ട് ഫിറ്റ് ആയിട്ട് വരാം. എൻ്റെ ജനറേറ്റർ ഞാൻ പാസ് ചെയ്തിട്ട് വരാം ഗൈസ്. ശേഷം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ ട്രെയിൻ എസ്കേപ്പ് നടത്താൻ നിന്നപ്പോഴത്തേക്കും ഗൈസ് തൊലഞ്ഞ് ഗൈസ്. ഇനി നമുക്ക് ഈ ഒരു ഡോർ എസ്കേപ്പ് നടത്തിയേ പറ്റൂ ഗൈസ്. അതാണ് ഇനി ഗൈസ് കാര്യം. ഓക്കെ അല്ല, ഒരു മിനിറ്റ്, ഈ കഥ തുറന്നു നോക്കിയില്ലല്ലോ. അതിലൊന്നും ഇല്ല. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ മറ്റേ ചക്രം എടുത്തുകൊണ്ട് വന്നിട്ട് വയ്ക്കുകയാണ് ഗൈസ്. കള്ളത്തരമായിപ്പോയി, കൊള്ളമാരി കഷ്ടപ്പെട്ട് ഇത്രയും ചെയ്തെടുത്തപ്പോൾ നമുക്കിനി ഇതേ നടക്കുക ഗൈസ്. ഓക്കെ ഗൈസ്, ഇതേ ഇനി നടക്കുക ഗൈസ്. ഇനി നമ്മൾ ഈ ഒരു ഗേറ്റ് എസ്കേപ്പാണ് ഗൈസ്. ഇത്രയും നേരം കഷ്ടപ്പെട്ട് നമ്മൾ ഈ ഒരു ഇതിൻ്റെ എസ്കേപ്പ് നടത്താൻ നിന്നപ്പോൾ അയ്യോ അത് അവിടെയാണല്ലേ. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഈ ഒരു എസ്കലേറ്ററിൽ പോയാൽ എസ്കലേറ്റർ ഇപ്പോൾ താഴെ ആയിരുന്നു. ഗേറ്റ് ഓപ്പൺ ആക്കി മണ്ടയുടെ പോകുന്നു. മറ്റേ നമ്മൾ ആ ഒരു ചക്രം വീൽ ഹാൻഡും കൂടി എടുത്തുകൊണ്ട് വന്ന് അവിടെ വെച്ച് ഇനി നമുക്ക് ഗേറ്റ് എസ്കേപ്പ് നടത്തിയേ പറ്റുക. അതുകൊണ്ടുള്ള മാർഗം ഗേറ്റ് എസ്കേപ്പ് ഇനി നമുക്ക് കാര്യം നടക്കുള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഓടി ഇറങ്ങാം ഗൈസ്. ഇനി ആ വീൽ ഹാൻഡ് എടുത്തുകൊണ്ട് പോയി ഓക്കെ താഴെ പോയി നമുക്ക് ഈ വീൽ ഹാൻഡ് വെച്ച് കിളവൻ നമ്മളെ വെളിയിൽ ഇവിടെ ഇറങ്ങാൻ സമ്മതിക്കില്ലേ. വെളിയിൽ തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗൈസ് കിളവൻ. ഭയങ്കര സീൻ കേട്ടോ ഗൈസ്. നമ്മൾ ആദ്യം ട്രെയിൻ എസ്കേപ്പ് നടത്താമെന്ന് വിചാരിച്ചു. ആദ്യമേ നമ്മൾ ഈ ഒരു ഗേറ്റ് എസ്കേപ്പ് നടത്തിയാൽ മതിയായിരുന്നു ഗൈസ്. ഗേറ്റ് എസ്കേപ്പ് ആയിരുന്നു ഇതിൽ കൂടെ എളുപ്പം. ഓക്കെ ഇപ്പം അങ്ങനെ പുറത്ത് ഒളിച്ച് നിന്നോ ഗൈസ്. ഇല്ലെങ്കിൽ ഇപ്പം നമ്മുടെ പാപ്പ അബ്ദുൽ ഖാദർ നമ്മളെ കൊല്ലും ഗൈസ്. അങ്ങേര് ഇതുവരെയും പോയിട്ടില്ല ഗൈസ്. ആ ഡോർ വഴി നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? തോക്കും പിടിച്ച് ആടി നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്. എന്നാലും ഇവിടെ തന്നെ ഇറങ്ങി ഗൈസ്. ഇങ്ങേര് ഭയങ്കര ചതി ഗൈസ്. നമ്മളെ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. നമുക്ക് അവിടെ പയ്യെ പോയി നോക്കാം ഗൈസ്. അപ്പം നമുക്ക് അവിടെ പയ്യെ പോയി അയ്യോ ഗൈസ്, ഇങ്ങനെ ഭയങ്കര ചതി ഗൈസ്. കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാൻ ഗൈസ്. നമുക്ക് ആ വഴി കൂടെ ഈ വഴി അപ്പം അങ്ങനെ ഈ വഴി നമ്മൾ ബേക്കേ വന്ന് നോക്കാൻ പോകുമ്പോൾ നമുക്ക് ഈ വഴി കൂടെ വന്ന് ഡോർ ഹാൻഡിലോട്ട് എസ്കേപ്പ് ആകാം ഗൈസ്. എന്നാലും വലിയ ചതിയായ ഗൈസ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ ഗൈസ്, നമുക്കിവിടെ വയ്ക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് കറക്കിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം താഴെ നേരം ഓടിക്കോ ബസ്. ഇനി നമുക്ക് പെട്ടെന്ന് എവിടെയാണ് ഗൈസ് എസ്കേപ്പായി ഗൈസ്. നമ്മളെങ്ങനെ എസ്കേപ്പായി ഗൈസ്. നമ്മളങ്ങനെ കഠിന അധ്വാനത്തിൽ നിന്ന് എസ്കേപ്പായി ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോ കാണുന്നതാണ്. ടാറ്റാ.